അധികം ആൾക്കാരും എക്സ്പ്ലോർ ചെയ്യാത്തും എന്നാൽ ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്ത സ്ഥലങ്ങൾ കാണിക്കുന്നതായിരിക്കും നമ്മുടെ വ്ളോഗുകളിൽ പലതും. അങ്ങനെ ഒരു സ്ഥലം തന്നെയാണ് ഇന്നും കാണിക്കാൻ പോകുന്നത്. നമ്മളിന്ന് ചേറായി ഭാഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. കയറുന്ന എൻട്രൻസിൽ തന്നെ നീളത്തിലുള്ള ഒരു റോഡാണ്. രണ്ട് സൈഡിലായിട്ടും കായലുകളാണ്. ഇത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ചേറായി ഭാഗങ്ങൾ കാണാൻ പോകുമ്പോൾ നല്ല രസമായിരിക്കുന്നത് ഉറപ്പായി. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, എന്നിരുന്നാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബീച്ച് എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഒരുപാട് കായൽ കാഴ്ചകളാണ് കേട്ടോ ഉള്ളത്. ഇവിടെയൊക്കെ ഉണ്ടോ, വലിയൊരു കായലാണ്. നിറയെ മീൻ കെട്ടുകൾ ഇങ്ങനെ കാണാറുണ്ട്. ചീനവലയാണ് ആ സൈഡിൽ മൊത്തം കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ചേറായി ബീച്ചിലെത്തിയിരിക്കണം. ഇവിടെ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. കുറച്ചെണ്ണം ക്ലോസ്ഡ് ആണ്, കുറച്ചെണ്ണം ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നില്ല ആൾക്കാരെ. അപ്പോൾ ഇവിടെ പേ പാർക്കിംഗ് ആണ്. ഇവിടെ വന്ന് പാർക്ക് ചെയ്താൽ തന്നെ ബൈക്കിനും കാറിനും എല്ലാം ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബീച്ച് കാണാം. അതുകൂടാതെ തന്നെ ഫുഡ് ഇന്ന് കിട്ടുമെന്ന് അറിയില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എന്നിട്ടും അധികമൊന്നും തുറന്നിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴാണ് ആക്റ്റീവ് ആകുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഒന്ന്. അപ്പോൾ ഇതാണ് ചെറായി ബീച്ച്. ഇവിടെ കുറേ പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ താഴത്ത് കുറേ പേര് കുളിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ദൂരെയായിട്ട് കുറേ കപ്പലല്ല, മത്സ്യബന്ധനം ബോട്ടുകളാണ്, ഒരുപാടെണ്ണം ഉണ്ട്. അതൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ചെറായി ബീച്ചിൻ്റെ സൈഡിലൂടെ വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിലോട്ടുള്ള വഴിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളാണ്. സൈഡിൽ തന്നെയാണ്, ബീച്ചിൻ്റെ സൈഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിന്ന് കുറേ വല ശരിയാക്കുന്നുണ്ട്. കടലിൽ പോകുന്നിരിക്കുന്നവരായിരിക്കും. പോയി ജസ്റ്റ് ഒന്ന് നോക്കാനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതെടുത്തത്. ഈ ചെറായി ബീച്ചിൻ്റെ പല ഭാഗങ്ങളും കാണുമ്പോൾ എനിക്ക് ഗോവയും പോണ്ടിച്ചേരിയൊക്കെയാണ് ഓർമ്മ വരുന്നത്. യഥാർത്ഥത്തിൽ ചെറായി ബീച്ചിന് കേരളത്തിൻ്റെ മിനി ഗോവ എന്ന വിളിപ്പേര് കൂടിയുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. നമ്മുടെ അടുത്ത റൂമിലെ ബെഡ്റൂമാണ്. നല്ല ഹൈജീനിക്കാണ്, AC ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ രീതിയിലുള്ള പഴയ ഏതോ ബിൽഡിങ്ങിൽ നിന്ന് എടുത്തതാവാം. കാരണം ഇതിൻ്റെയൊക്കെ മരത്തിൻ്റെയാണ്, കണ്ടില്ലേ, മരത്തിൻ്റെ വാതിലുകളാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ബീച്ച് വ്യൂ ആണ് കേട്ടോ ഉള്ളത്. കറക്റ്റായിട്ട് ബീച്ച് വ്യൂ ഉണ്ട്. അപ്പോൾ നൈറ്റൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ബീച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉല്ലസിക്കാം കേട്ടോ. അതാണ് മെയിനായിട്ട് ഇവിടെ എടുക്കാനുള്ള കാരണം. വളരെ ചീപ്പുമാണ്, അത്യാവശ്യം കമ്മി റേറ്റാണ് ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇതുപോലെ ഒരുപാട് വില്ലാസ് ഉണ്ട് കേട്ടോ. അതായത് ഹോം സ്റ്റേസും വില്ലാസും എല്ലാം ഈ സൈഡിലും മൊത്തത്തിലുണ്ട്. ഇവിടെ കടലാണെങ്കിൽ ഇതിൻ്റെ പുറകിലായിട്ട് കായലാണ്. അപ്പോൾ കായൽ സൈഡ് ഫേസ് ചെയ്യുന്ന ഹോം സ്റ്റേസും ഉണ്ട്, അതുപോലെ തന്നെ ബീച്ച് ഫേസ് ചെയ്യുന്ന ഹോം സ്റ്റേസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട് കായലിൽ. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ടാണ് കായലൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയും എടുക്കാം, ഇവിടെയും എടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, ബീച്ച് ഇഷ്ടമുള്ളവർക്ക് ബീച്ച് ഫേസ് ചെയ്തിട്ടുള്ള ഹോം സ്റ്റേ എടുക്കാം, അല്ലാത്തവർക്ക് വേറെയും എടുക്കാം. പിന്നെ ഇവിടെ സൊമാറ്റോ ഒക്കെ ഡെലിവറി ഉണ്ട്. നമുക്ക് ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ സൊമാറ്റോ ഒക്കെ വരും കേട്ടോ. ഇപ്പോൾ സമയം 3 മണിയായിട്ടുള്ളൂ. ബീച്ചിലൊന്നും ആരുമില്ല കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ബീച്ചിൽ ആളുകൾ വരിക. അപ്പോൾ നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാവേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് ഞങ്ങൾ താമസിക്കുന്ന അവിടുന്ന് ഫ്രണ്ടിൽ ബീച്ചിലോട്ട് വരുമ്പോഴുള്ള ഒരു കാഴ്ച. ചുറ്റും പൈൻ മരങ്ങളുടെ നടുക്കൂടെ ഒരു വഴിയാണ്. അതിലൂടെ വരുന്ന വഴി അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാനും ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ബീച്ചിലെ സൺസെറ്റ് വ്യൂ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. തിരിയടിച്ച് വന്ന് പോയി കഴിഞ്ഞ ശേഷം ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഒച്ചു പോലത്തെയുള്ള ജീവികളുണ്ട്. എനിക്ക് ഇവിടുത്തെ പേരൊന്നും അറിയില്ല കേട്ടോ. അതിന് എന്താ പറയുന്നത്, ശംഖാണോ ഒച്ചാണോ എന്ന് അറിയില്ല. അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികൾ ഇങ്ങനെ തിരയടിച്ച് പോകുമ്പോൾ മണ്ണിൻ്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഇത്രയും ചെറിയ ചെറിയ ജീവികളും നമ്മുടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കടലിലെ അത്ഭുതങ്ങളാണ് കേട്ടോ അതൊക്കെ. കയറുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് നമുക്കിവിടെ വീഡിയോ റെസ്ട്രിക്ഷൻ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു വ്യൂ ഉള്ള കാരണം ഞാൻ എടുത്ത് കാണിച്ചു തരാണ് കേട്ടോ. ഒന്ന് നോക്കിയ ഒരു കായൽ കാഴ്ചയാണ് കേട്ടോ. ദൂരെയായിട്ട് നമ്മുടെ ചന്ദ്രൻ ഉദിച്ചു വരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടായിട്ട് ചീനവലക്കാർ ഇങ്ങനെ വലയെടുക്കുന്ന ഒരു ടൈമാണ് കേട്ടോ.
2 തോണിയിൽ വലയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും പിടിക്കുന്നില്ല. ചിലപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പിടിക്കുന്നതായിരിക്കും. എന്തിനാണെങ്കിലും ഇപ്പം നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. കേട്ടോ, ഇത് സന്ധ്യ നേരത്താണ് ഇവർ വല പൊക്കി നോക്കുന്നത് കേട്ടോ. ചീന വലയാണ് പൊക്കി നോക്കുന്നത്. അപ്പോൾ പൊക്കി നോക്കിയിട്ട് മീനോ ഞണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവരത് പിടിച്ച് സെയിൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഇത് ചുറ്റും കായലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. നടുക്കായിട്ടാണ് ഈ ചീന വലയുള്ളത്. നമുക്കിപ്പോൾ അടുത്തൊന്നും പോകാൻ വഴിയില്ല, നല്ല ദൂരെയാണ്. അപ്പോൾ ഇതാണ് ചെറായി ബീച്ചിലെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. അതായത് നൈറ്റ് ഫുള്ള് റെസ്റ്റോറൻറ്റ് എല്ലാം ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. ഇവിടെയൊക്കെ വീക്കെൻഡ്സ് ആയാലും സജീവമാവുള്ളൂ, അല്ലാത്തപ്പോൾ ഇങ്ങനെ ഒരു തിരക്ക് കമ്മിയായിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ. ഇപ്പോൾ ചെറായി ബീച്ച് നൈറ്റ് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ കുളിക്കുന്നുണ്ട്, വിദേശീയരാണ് കുളിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരൊന്നുമല്ല. അപ്പം നൈറ്റ് ഒരുപാട് ദൂരെയായിട്ട് കുറേ ഫിഷിംഗ് ബോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കപ്പലാണോന്നറിയില്ല, കടലിൻ്റെ നടുക്ക് കുറേ ലൈറ്റുകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലക്കാട്ടിൽ നിന്ന് കടൽ കാണാൻ വന്നല്ലോ. നമ്മൾ കടലില്ലാത്ത സ്ഥലത്തു നിന്നാണല്ലോ വന്നത്, അതുകൊണ്ട് അത്രയ്ക്ക് ഭംഗിയും ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടോ നൈറ്റ് കാണാൻ. ഇവിടെ ഇരുന്ന് കടൽ കണ്ടിട്ട് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കടൽ കാണും. അത് കഴിഞ്ഞ് നേരെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു ചേട്ടൻ ഇവിടെ വല വിരിച്ച് കഴിഞ്ഞ് കടലിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് വല ഇങ്ങനെ നോക്കി നോക്കി വരികയാണ്. ഇവിടെ ഒരു ലൈറ്റ് കത്തുന്ന പോലെയാണ് ആളുടെ. ആ ദൂരെയായിട്ട് നീലയും ചുമപ്പും ലൈറ്റ് കത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വഴി കാട്ടാനുള്ള ഇൻഡിക്കേഷൻ ലൈറ്റാണ് കേട്ടോ. വഴി കാട്ടുന്ന ഇൻഡിക്കേഷൻ ലൈറ്റാണ് ആ നീലയും ചുമപ്പും കത്തുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ വല നോക്കുന്നുണ്ട് കേട്ടോ ആ ചേട്ടൻ. കടലിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. സെർച്ച് ലൈറ്റ് വെച്ചിട്ടാണ് ആൾ ഇരിക്കുന്നത്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാവേ, ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്താല്ലേ ഇവരുടെയൊക്കെ ലൈഫ്. അതായത് രാത്രിയൊക്കെ മീൻ പിടിച്ച് കൊണ്ടുവന്നാലേ ഇവർക്ക് പിറ്റേന്നുള്ള വരുമാനമുള്ളൂ, പിറ്റേന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാശ് സമ്പാദിക്കണേ ഇങ്ങനെ പോകണമല്ലേ. നമുക്കിത് വല്ല അറിയുന്നുണ്ടോ? പാലക്കാട്ടുകാർക്ക് കടൽ പോലും കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈല്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈല്, ഇവിടെ നിന്ന് വേറൊരു ലൈഫ് സ്റ്റൈല്. പാലക്കാട്ടിൽ നിന്ന് വന്ന് എനിക്ക് ആകാംക്ഷയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കടൽ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് കാണുന്നവർ. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ കടലില്ലാത്ത കാരണം ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കടലമ്മ കനിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല ചാകരയൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്ക് നല്ല വരുമാനമാവുമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇതിനുള്ള ധൈര്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നിൽക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെറായി ബീച്ച് കാഴ്ചകളും ചെറായി പരിസരത്തെ കാഴ്ചകളും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ കാണുന്ന അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ പോയി കിടന്നുറങ്ങാം. ഇനി ബാക്കി രാവിലെ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.